ഹായ് ഹലോ വെൽക്കം ടു ലൈഫ് വിത്ത് ഒപ്റ്റോം കൊറു സീരീസ് പാർട്ട് 3. ഞാൻ മാളവിക, കറന്റ് എയർലൈനിൽ വർക്ക് ചെയ്യുന്നു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഏകദേശം കൊറു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കും എന്നിട്ട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ 2025 ഒരു വെബ്സൈറ്റ് അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. റെക്കഗ്നേഷനും രജിസ്ട്രേഷനും നമുക്ക് ഇപ്പോൾ ഒരുമിച്ച് ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. റെക്കഗ്നേഷൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾ അപ്രൂവ് ആയി നിങ്ങളുടെ ഫയൽ ഓക്കെ ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് രജിസ്ട്രേഷനിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ അത് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് രണ്ടും കൂടെ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പം പല ആൾക്കാരും കണക്ക് കൂട്ടുന്നത് ഞാൻ കൊറുവിന്റെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 7 months ബാക്ക് ആയിരുന്നു, 10 months ബാക്ക് ആയിരുന്നു, അങ്ങനെയാണ്. പക്ഷെ കൊറു അങ്ങനെയല്ല ടൈം ലൈൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വൺസ് നിങ്ങളുടെ ഫയൽ എപ്പോഴാണോ ഫയൽ കംപ്ലീറ്റ് ആയിട്ടുള്ള മെസ്സേജ് വരുന്നത് അതിനുശേഷം 4 months ആണ് കൊറു കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈം പീരീഡ്. നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, 1 year ആയി, നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്തു കുറെ ഡോക്യുമെന്റ്സ്, നിങ്ങൾ പേയ്മെന്റ് ചെയ്തു, അതൊന്നും കൊറു കാൽക്കുലേറ്റ് ചെയ്തില്ല. ഫയൽ കംപ്ലീറ്റ് എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് നിങ്ങളുടെ തെൻഷ്യ ക്ലൗഡിൽ റിസീവ് ചെയ്യും. അതിനുശേഷമുള്ള 4 monthsനുള്ളിലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസിഷൻ ലെറ്റർ അവർ ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. സോ ഐഡിയലി പറയുകയാണെങ്കിൽ 4 months ആണ് ടൈം എന്ന് പറയുന്നത്. ഇനി എപ്പോഴാണ് ഫയൽ കംപ്ലീറ്റ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അക്കൗണ്ടിൽ കയറി അവർ നിങ്ങളുടെ അടുത്ത് കുറെ ഡോക്യുമെന്റ്സ്, ഇപ്പോൾ പ്ലേസ്മെന്റ്, ഇന്റേൺഷിപ്പ്, എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം കുറെ നിങ്ങളുടെ ഫയൽ ഫുൾ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം അവർ ചില എക്സ്ട്രാ ഡോക്യുമെന്റ്സ് നിങ്ങളോട് ആവശ്യപ്പെടും. അത് ചിലപ്പോൾ നിങ്ങളുടെ റിഗാർഡിംഗ് നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പാൻഡ് ആയിട്ടുള്ള സിലബസ് സബ്മിറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയറുടെ കയ്യിൽ നിന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, ചിലപ്പോൾ വർക്ക് ഡ്യൂട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെടും. അല്ലെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ കേസസ് ആയിരിക്കാം, ഒരു നിങ്ങൾ ചെയ്തിട്ടിപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു 5 കേസ് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ഡോക്യുമെന്റ്സ് ആയിരിക്കും അവർ ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ ആ ഡോക്യുമെന്റ്സ് നിങ്ങൾ എപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നോ എഗെയിൻ അവർ പിന്നെയും ഇതേപോലെ തന്നെ നിങ്ങളുടെ ഫയൽ A to Z ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം ചിലപ്പോൾ അവർ വീണ്ടും ഇങ്ങനെ അടുത്ത് എക്സ്ട്രാ ഡോക്യുമെന്റ്സ് ചോദിക്കാം. അപ്പൊ നിങ്ങൾ എത്ര കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ്സിനെ സബ്മിറ്റ് ചെയ്യുന്നു, അതായത് എക്സ്ട്രാ ഡോക്യുമെന്റ്സ് ഒന്നും അവർ ചോദിക്കാതെ എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇന്ന് സബ്മിറ്റ് ചെയ്യുന്നോ അന്നായിരിക്കും നിങ്ങൾക്ക് ഫയൽ കംപ്ലീറ്റ് എന്നൊരു മെസ്സേജ് തെൻഷ്യ ക്ലൗഡിൽ റിസീവ് ചെയ്യാം. സോ വൺസ് നിങ്ങൾക്ക് അത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ 4 months ആണ് കുറെ വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. ഈ 4 months എന്ന് പറയുന്നത് എല്ലാവർക്കും 4 months ആയിരിക്കണം എന്നില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈം പീരീഡ്. കാര്യം ഈ ഡിസിഷൻ ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നത് ഒരു ബോർഡ് മീറ്റിംഗിന് ശേഷമാണ്. അപ്പൊ ആ ബോർഡ് മീറ്റിംഗ് ഇയർലി 2 അല്ലെങ്കിൽ 3 times മാത്രമായിരിക്കും വെക്കുന്നുണ്ടാവുക. സപ്പോസ് ഇപ്പോൾ ഒരു ഫെബ്രുവരിയിലാണ് നമുക്ക് ഒരു ബോർഡ് മീറ്റിംഗ് ഉള്ളതെങ്കിൽ എന്റെ ഫയൽ കംപ്ലീറ്റ് വന്നത് ഡിസംബറിൽ എനിക്ക് വന്നു കഴിഞ്ഞാൽ വിത്തിൻ 2 months അടുത്ത ഫെബ്രുവരി ബോർഡ് മീറ്റിംഗിന്റെ സമയത്ത് തന്നെ എന്റെ ഡിസിഷൻ ലെറ്റർ ഇഷ്യൂ ചെയ്യും. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് 2 months അല്ലെങ്കിൽ 1 month കിട്ടുന്ന ആൾക്കാർ 1 week വരെ ഡിസിഷൻ ലെറ്റർ ഇഷ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഈ ബോർഡ് മീറ്റിംഗിനോട് അടുത്താണ് അവരുടെ ഫയൽ കംപ്ലീറ്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഡിസംബറിൽ സബ്മിറ്റ് ചെയ്തു, അടുത്ത ഒരു 6 months ജൂണിലാണ് അടുത്ത ബോർഡ് മീറ്റിംഗ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 4 months എന്നുള്ളത് 6 months ആവാം. അതുകൊണ്ട് തന്നെ ഇതൊരു പർട്ടിക്കുലർ ഇത്ര നാൾ 4 monthsനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ആർക്കും നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും പല ടൈം പീരീഡിൽ വരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ നെക്സ്റ്റ് കൊറു സീരീസിന്റെ 4th പാർട്ടായിട്ട് വരുന്നത് റിഗാർഡിംഗ് ദ CPD ഇൻഫർമേഷൻസ് ആണ്. എന്താണ് CPD, എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ്, എത്ര CPDs ചെയ്യണം, മിനിമം എത്രയാണ് സബ്മിറ്റ് ചെയ്യണം, അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ പറ്റിയിട്ടുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് പാർട്ട്. സ്റ്റേ ട്യൂൺ ഫോർ ദി ബൈ ബൈ.